വിജിലൻസുകാർ ഏൽപ്പിച്ച പണി നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതോടെ DGP ആയി പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ അജിത് കുമാറിന് ഇടം നേടാൻ ഇനിയൊരു തടസ്സവും ശേഷിക്കില്ല. മുൻ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു അന്വേഷണം. കവടിയാറിലെ വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, സ്വർണ്ണക്കടത്ത് എന്നിവയിലാണ് ക്ലീൻ ചിറ്റ്. സർക്കാർ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചാൽ അജിത് കുമാറിന് പ്രൊമോഷനുള്ള തടസ്സം നീങ്ങും. DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട്. കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചു എന്നുമായിരുന്നു ആരോപണം. എന്നാൽ സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും കണ്ടെത്താനായിട്ടില്ല. കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നതായിരുന്നു മറ്റൊരു ആരോപണം. വീട് നിർമ്മാണത്തിനായി SBIയിൽ നിന്ന് 1.5 കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നായിരുന്നു വിജിലൻസ് കണ്ടെത്തൽ. വീട് നിർമ്മാണം യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കുറുവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നതും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്നുമുള്ള ആരോപണം ശരിയല്ലെന്നുമാണ് കണ്ടെത്തൽ. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് കരാർ ഒപ്പിടുന്നത്. ഇതിനായി 25 ലക്ഷം വായ്പയെടുത്തു. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറി. പക്ഷേ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി. 4 വർഷം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കുന്നത് 2016 വിൽപ്പനയ്ക്ക് 10 ദിവസം മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. 8 വർഷം കൊണ്ടുണ്ടായ മൂല്യവർധനയാണ് വീടിന്റെ വിലയിൽ ഉണ്ടായത്. സർക്കാരിനെ അറിയിക്കുന്നതടക്കം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നുമാണ് വിജിലൻസ് കണ്ടെത്തൽ. കരാറായി 8 വർഷത്തിന് ശേഷമാണ് ഫ്ളാറ്റ് വിറ്റത് എന്നും സ്വാഭാവിക വില വർധനയാണ് ഫ്ളാറ്റിന് ഉണ്ടായതെന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതേസമയം ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. അജിത് കുമാറിന് എതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയ വിവരം സർക്കാർ കോടതിയെ അറിയിക്കും. നെയ്യാറ്റിങ്കര സ്വദേശി നാഗരാജനാണ് ഹർജിക്കാരൻ. വിജിലൻസ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതായിരുന്നു. ഈ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി തിരിച്ച് സമർപ്പിച്ചിരുന്നു. ഇതിന് ശേഷമാണ് MR അജിത് കുമാറിനെ പൂർണ്ണമായി ആരോപണമുക്തനാക്കിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി പട്ടികയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് MR അജിത് കുമാർ ഇടം പിടിച്ചിരുന്നു. അതിനിടെയാണ് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് അയച്ചിരുന്നു. 6 ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. തൃശൂർ പൂരം കലക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളിൽ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് അജിത് കുമാർ. മാധ്യമ സ്ഥാപനമായ മറുനാടൻ മലയാളി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങി കേസൊതുക്കി തീർത്തെന്ന ആരോപണം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട PV അൻവർ MLA ആരോപണങ്ങൾ, കവടിയാറിലെ വസതിയുമായി ബന്ധപ്പെട്ട വിഷയം, മലപ്പുറം മരമുറി വിവാദം, മലപ്പുറം SP സുജിത് ദാസുമായി ചേർന്ന് നടത്തിയ അഴിമതിയും അനധികൃത സ്വത്ത് സമ്പാദനവും ഉൾപ്പെടെ 5 വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അജിത് കുമാറിനെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല.